ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഡിസംബർ 31, 2024 ഇന്ന് നമ്മുടെ ഈ ഒരു വർഷം തീരുകയാണ് ഗൈസ്. അപ്പൊ ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പൊ എന്താ വീഡിയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് എടുക്കുന്നത്. കാരണം ഞാൻ എന്റെ 2024 ഒരു ജേണിയെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ സംസാരിച്ചുള്ള വീഡിയോ ഒന്നും കൂടുതൽ ഇട്ടില്ല. കൂടുതൽ നമ്മൾ ഓരോരോ വ്ളോഗായിട്ടായിരിക്കുമല്ലോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എന്റെ ബർത്ത്ഡേ വ്ളോഗിലാണ്. അതുപോലെ തന്നെ നമ്മുടെ 2024 എന്റെ ഒരു ജേണി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായ ഒരു വർഷമാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തൊന്ന് പങ്കുവെച്ച് പോകാം. എല്ലാവർക്കും ഇതുപോലൊക്കെ ആണോ എന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആണോന്നില്ല. ചിലർക്ക് നല്ല ഒരു വർഷമായിരിക്കും, ചിലർക്ക് ഭയങ്കര മോശമായ ഒരു വർഷമായിരിക്കും. എനിക്ക് രണ്ടും കൂടി കലർന്നത് കൂടുതൽ സങ്കടമുള്ള ഒരു വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിട്ടുണ്ട് ഗൈസ് ഈ ഒരു വർഷം. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. മാസങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം. അയ്യോ, കഴിഞ്ഞ ഒരു ജനുവരി ഇപ്പോഴും ഞാൻ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുക. എനിക്ക് പെട്ടെന്ന് പോയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു വർഷത്തില് എനിക്ക് സന്തോഷങ്ങളൊക്കെ കൂടുതൽ സങ്കടങ്ങളാണ് ഉണ്ടായത് പറഞ്ഞല്ലോ. അപ്പൊ ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഒരു വർഷത്തിൽ എന്നെ ഒരുപാട് ഇവിടുത്തെ ഒരു കാര്യം വെച്ച് ഒരുപാട് വിഷമിപ്പിച്ചൊരു കാര്യം നമ്മുടെ ചേച്ചിമാര് പോയ ഒരു കാര്യമാണ്. രശ്മി ചേച്ചി അവരുടെ കോഴ്സ് കഴിഞ്ഞ് ഇവിടുന്ന് വെക്കേറ്റ് ആയി പോയ ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇവിടെ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അല്ലല്ലോ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും വേറെ ഒരാള് ഇല്ലാതാകുമ്പോഴും എപ്പോഴും എനിക്ക് മനസ്സിലോട്ട് ഓടി വരുന്നത് ചേച്ചിമാരുടെ മുഖമാണ്. കാരണം അവരുള്ളപ്പോഴത്തേക്ക് ആ ഒരു ഒരിത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഗൈസ്. ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടില്ല. എപ്പോഴും ആരെങ്കിലും വന്നെന്ന് അവർക്ക് ഏത് സമയം ഇപ്പൊ നമ്മുടെ റൂമിലാണെങ്കിലും നമുക്കാണെങ്കിലും ഏതെങ്കിലും അവരുടെ റൂമിൽ പോയി അത്ര അധികാരത്തോടെ കയറണമെന്നുണ്ടെങ്കിൽ അവരുടെ റൂമിൽ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അവർ പോയതിനു ശേഷം വേറെ ഒരു റൂമിൽ നമുക്ക് അത്രയും സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാൻ പറ്റിയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത് അവര് പോയ കാര്യമാണ്. പിന്നെ പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ ഉള്ളത് നന്ദു പോയ കാര്യമാണ്. അത് ഞാൻ പറയാം. പിന്നെ ഉള്ളത് എന്നെ സന്തോഷിപ്പിച്ച കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ജനുവരിയിൽ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ നമുക്ക് വിഷമമുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്നത്. പിന്നെ ഒരു ബെസ്റ്റ് സർപ്രൈസ് കിട്ടിയത് എന്റെ ചേച്ചിയാണ്. എന്റെ കസിൻസ് ഉണ്ട്. എന്റെ പ്രവീണാണനും എന്റെ പ്രവീണ ചേച്ചിയും ഗൾഫിൽ നിന്ന് ആദ്യമായിട്ട് വന്നില്ല. ചേച്ചി പോയിട്ട് ആദ്യമായിട്ട് വന്നതാണ്. ചേച്ചി വരത്തില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ സർപ്രൈസ് ആയിട്ട് എനിക്ക് അമ്മൂനൊരു സർപ്രൈസ് ആയിട്ട് ചേച്ചി വന്നു. ഞാൻ ഭയങ്കര സന്തോഷം കൊണ്ട് ഇമോഷണലി അത്രയും ഇതായ ഒരു ദിവസമായിരുന്നു അന്ന്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. കാരണം എനിക്ക് എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ എപ്പോഴും ഓർക്കുന്ന രണ്ട് വ്യക്തികളാണ് അണ്ണനും ചേച്ചിയും. അവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഏത് സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. ഇപ്പോഴും ഞങ്ങൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ നിർത്തിങ്ങ് പോരെ. അതുപോലെ ഭയങ്കര നമുക്ക് കംഫർട്ടാണ് ഗൈസ്. ഒരു ചേച്ചി ഒരു ചേട്ടത്തി എന്ന രീതിയിലല്ല ഒരിക്കലും അവര് നമ്മളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിൽ ഒരാളായിട്ട് നിൽക്കുന്നോണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നത്. അതാണ് എനിക്ക് കിട്ടിയ ഫസ്റ്റ് സർപ്രൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. നമ്മുടെ ചാനൽ തുടങ്ങിയത് 2024 ജനുവരി 24 നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ വ്ളോഗ് എടുത്ത് ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴും ഇങ്ങനെ ഓരോരോ വ്ളോഗ് എടുത്ത് നടക്കും. അപ്പോഴും എല്ലാവരും പറയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. തമാശയ്ക്ക് വിട്ടതല്ലാതെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അതൊരു സീരിയസ് ആയിട്ട് എടുത്ത് പെട്ടെന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. ജനുവരി 24 ആകുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമാകും. പിന്നെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ ഷോർട്സ് ആയിരുന്നു കൂടുതൽ ഇടുന്നത്. എന്റെ വീഡിയോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോ കമന്റും ഒരു നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ പോലും എനിക്ക് അത്രത്തോളം ഒരു കമന്റ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പം 1K സബ്സ്ക്രൈബേഴ്സ് ആയി. 2K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കും നന്ദുവും എന്റെ ഫ്രണ്ടും കൂടെ എനിക്ക് സർപ്രൈസ് തന്നു ഗൈസ്. കേക്ക് വാങ്ങിച്ച്. അപ്പൊ ആ വീഡിയോ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് സർപ്രൈസ് ആയിരുന്നു. ഞാൻ അങ്ങനെ നമ്മുടെ ചാനൽ ഇത്രയും പെട്ടെന്ന് അങ്ങനെ വരും ഒന്നും ആയിട്ടില്ല. എന്നാൽ പോലും 1K സബ്സ്ക്രൈബേഴ്സ് 2K സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമ്മൾ 3Kയിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറെ നാൾ വീഡിയോ ഒക്കെ ഇടാതിരുന്നു. അതിന്റെയൊക്കെ കൊണ്ടായിരിക്കാം ഗൈസ്. പിന്നെ നമുക്ക് റീച്ച് ഒക്കെ ഭയങ്കര കുറവാണ്. എന്നാലും കുഴപ്പമില്ല. ഇത് എന്റെ ഒരു ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും ഇതിൽ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചാണ് ഇത് തുടങ്ങിയത്. സാരമില്ല, നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴും എല്ലാത്തിലും വിജയിക്കണമെന്നൊന്നും ഇല്ല. ഹോപ്പാണ്, ഒരു ഹോപ്പിലാണ് എന്റെ പുറത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതൊക്കെയാണ് എല്ലാ മാസങ്ങളും പെട്ടെന്ന് കടന്നു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്.
പിന്നെ ഉള്ളത് എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് മുമ്പ് എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. അത് ഭയങ്കര സന്തോഷമായിട്ടൊരു കാര്യമായിരുന്നു. എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ഓഗസ്റ്റ് 23 ആയിരുന്നു. കുറെ പേർക്ക് ഇപ്പോഴും പരാതി കൊണ്ട് ഞാൻ എൻഗേജ്മെന്റ് വിളിച്ചിട്ടില്ല എന്ന്. എന്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മള് പെട്ടെന്ന് നടത്തിയ ഒരു കാര്യമായിരുന്നു. മാക്സിമം ആൾക്കാരെ കുറച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരുങ്ങിയ ഒരു പരിപാടി ആയതുകൊണ്ട് ഒത്തിരി പേരെ ഒന്നും വിളിക്കാൻ പറ്റില്ല. ചേട്ടന്റെ കല്യാണം നമ്മുടെ 2025 മേ ബി 2025 കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കുന്നതായിരിക്കും. അപ്പം അതായിരുന്നു എൻഗേജ്മെന്റ്. പിന്നെ ഉള്ളത് എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏറ്റവും കൂടുതൽ വിഷമിച്ചതുമായ ഒരു ദിവസമായിരുന്നു എന്റെ ബർത്ത്ഡേ. ഞാൻ ബർത്ത്ഡേ വീഡിയോക്കകത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതില് സന്തോഷം കൊണ്ടുകൊണ്ട് സങ്കടം കൊണ്ടുണ്ട് ഗൈസ്. രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ സങ്കടം വരും. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ് ഗൈസ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പൊ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു വിഷമം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ നിൽക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. കുറെ ആൾക്കാരെയൊക്കെ പഠിക്കാൻ പറ്റി ഗൈസ്. ഇങ്ങനെയൊക്കെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ ആൾക്കാരെയൊക്കെ മനസ്സിലാകും. ഞാൻ ഒരിക്കലും റിലേഷൻഷിപ്പിന്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫ്രണ്ട്സിനെ പറ്റിയാണ് ഗൈസ് ഞാൻ പറയുന്നത്. ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഫീൽ ചെയ്തേക്കാം റിലേഷൻഷിപ്പ്. ഒരിക്കലും റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സാധനമല്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ ഫ്രണ്ട്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് പലരും നമ്മുടെ കൂടെ ഇന്നില്ല. ഒത്തിരി ഡയലോഗ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്. ഈ ഡയലോഗ് അടിക്കുന്നതോ കണ്ണീര് കാണിച്ച് വീഴ്ത്തുന്നതോ ഒന്നിലും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഒരു വർഷമാണിത്. കാരണം കുറെ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു ഗൈസ്. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് ഒരു കാര്യം വരുമ്പോഴായിരിക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. അപ്പം എന്റെ ബർത്ത്ഡേക്ക് കുറെ വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാക്കി. എന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് പോയെങ്കിലും ഒരുപാട് ആൾക്കാർ എന്റെ കൂടെ നിൽക്കാൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു ഒരു വർഷത്തെ ഒരു ബർത്ത്ഡേ കൂടെ കടന്നുപോയി. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ കഴിഞ്ഞ 22 വർഷത്തിലെ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു ദിവസമാണ് നമ്മുടെ പഴയ വീട് പൊളിച്ചു. പുതിയത് പണിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും എന്തോ അത് ഇപ്പോഴും എനിക്ക് ആ ഒരു സാധനം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് പറയുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകും. അപ്പൊ നമ്മുടെ പഴയ വീട് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതെന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. എനിക്കൊന്നും ഇപ്പോഴും ആ ഒരു സാധനം എന്റെ മനസ്സിലുണ്ട്. അന്ന് അതായത് പൊളിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ആ വീട് പൊളിക്കുന്നത് നോക്കി ഞാൻ ഇരുന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും ഒരു വിഷമമാണ് കേസ്. ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു വീടാണ്. ഒരു 8ാം ക്ലാസ് തുടങ്ങി ഞാൻ എന്റെ റൂമിൽ ഒറ്റയ്ക്കാണ് കേസ്. അപ്പം റൂമിൽ മാത്രമല്ല, വീട്ടിലും അമ്മ ജോലിക്ക് പോകും, അച്ഛൻ രാവിലെ പോകും, ചേട്ടൻ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം ആ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന ആ ഒരു വീടിനോടാണ് എനിക്ക് കൂടുതലും അറ്റാച്ച്മെന്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടെ ആയിരിക്കും അവർക്കൊക്കെ വിഷമമുണ്ട്. അതിലേറെ എനിക്ക് വിഷമമുണ്ടോ ചോദിച്ചാൽ അറിയത്തില്ല ഗൈസ്. ആ ഒരു സാധനം ഇങ്ങനെ ഞാൻ അങ്ങനെ വിഷമം ഉണ്ടെന്ന് പറഞ്ഞ അച്ഛൻ്റെയോ അമ്മയുടെ അടുത്തോ അങ്ങനെ പോയി ഇങ്ങനെ ഇരുന്ന് കരയുന്നൊന്നും അല്ല. നന്ദുള്ള സമയത്ത് നന്ദുവിന്റെ അടുത്തായിരുന്നു എല്ലാ വിഷമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഉള്ളത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമപ്പെടുത്തിയതും ഇപ്പോഴും ഓർക്കുമ്പോൾ വിഷമം വരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നന്ദു ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോയത്. ഞാൻ വീഡിയോയിലൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നന്ദു ഇപ്പൊ നമ്മുടെ റൂമിലില്ല ഗൈസ്. അപ്പം അവള് പോയത് ഇപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ആ ഒരു കാര്യം പറയുമ്പോൾ. അവള് പോയ കാര്യം എനിക്ക് ഈ ഒരു വർഷം ഭയങ്കരമായിട്ട് വിഷമമായി. അത് ഉൾക്കൊള്ളാനും ഒരുപാട് സമയം എടുത്തു. ഇപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ പറ്റത്തുള്ളൂ ഗൈസ്. നമുക്ക് എപ്പോഴും എല്ലാവരും കൂടെ കാണണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മള് മുന്നോട്ട് പോകണം. പിന്നെ കുഴപ്പമില്ല ഗൈസ്, നമ്മളെ കോളേജിലൊക്കെ വെച്ച് കാണാൻ പറ്റും. എങ്കിൽ പോലും നമ്മുടെ ഒരു പാർട്ടായിട്ടിരുന്ന ഒരാള് പെട്ടെന്ന് പോകുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം വരും. എനിക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടെന്നൊന്നും എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഞാൻ വീട്ടിലൊന്നും അങ്ങനെ അവള് പോയ കാര്യം അറിയാം, പക്ഷെ എനിക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടെന്നൊന്നും അവൾ ആർക്കും അറിയത്തില്ല. സോറി ഗൈസ്, ഞാനിത് പറയുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണൽ ആവും. ഞാൻ ഇങ്ങനെ ആൾക്കാരെ വന്നല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. എല്ലാം പോട്ടെ ഗൈസ്. അങ്ങനെ ഒരുപാട് വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞൊരു വർഷമായിരുന്നു എന്റെ. ഇതാണ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു നല്ല വർഷമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കുറെ പേർക്കും 2024 ഒരു മോശം വർഷമായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ എനിക്കും 2024 ഒരു മോശം വർഷമാണ്. അത്ര നല്ല വർഷമൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സങ്കടങ്ങളിൽ കടന്നു പോയപ്പോഴത്തേക്കും എന്റെ കൂടെ ആരും ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ഗൈസ്. ഒരുപാട് പേര് എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും എനിക്കറിയാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായ സമയത്തും എന്നെ അത്ര ആ ഒരു
എന്താ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, പെട്ടെന്ന് അവർ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എന്താ ലോൺലിനെസ് അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടലിനെ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഇത് എന്താ മനസ്സിലാക്കി തന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്നല്ല, വിരലിലെണ്ണാൻ പറ്റുന്ന 2-3 പേരുണ്ട് ഗൈസ് എന്റെ ലൈഫിൽ. അപ്പൊ അവരുടെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല. പേര് പറയാൻ പറ്റുന്ന സാഹചര്യം വെച്ചാൽ അവർക്ക് താല്പര്യമില്ല പേര് പറയാൻ, അവർക്ക് അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഇന്നൊരു വ്യക്തിയുണ്ട് ഗൈസ്, അവളിപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ആളുടെയും പേര് പറയാൻ പറ്റത്തില്ല. എന്താ ഞാൻ ഡൗൺ ആയി പോകുമ്പോഴും ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നത് ഇവരൊക്കെയാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്റെ കൂടെ നിൽക്കുന്നതിനും എന്റെ ലൈഫിൽ വന്ന ഈ ഒരു വർഷം പോയവർക്കും വന്നവർക്കും, ഒരുപാട് സങ്കടങ്ങൾ തന്നവർക്കും സന്തോഷങ്ങൾ തന്നവർക്കും എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഒരിക്കലും ആരെയും മറക്കത്തില്ല ഗൈസ്, എല്ലാവരും ഓർത്തിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു 2024 ജേർണി. പിന്നെ ഒരുപാട് എന്താ കുറെ എൻജോയ്മെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹാപ്പിനെസ് നമ്മൾ കൂടുതലും വിഷമമുള്ള കാര്യങ്ങളായിരിക്കും ഓർത്ത് വെക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സന്തോഷം ഉണ്ട് ഗൈസ്, ഒരുപാട് വിഷമിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം എല്ലാവരും ഇനിയും 2025 ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ പണി പൂർത്തിയായി നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വീട്ടിലോട്ട് നമ്മൾ 2025 കയറുന്നത്. പിന്നെ ചേട്ടന്റെ കല്യാണം, ബേബി ചിലപ്പോൾ ചേട്ടന്റെ കല്യാണം 2025 കാണും. പിന്നെ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ് ഗൈസ്. അപ്പൊ അതൊരു സന്തോഷമാണ്, അതിലുപരി വിഷമമാണ്. നമ്മുടെ മുത്തിന്റെ കല്യാണമാണ്. അപ്പൊ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കി വരുന്നതേ ഉള്ളു. അപ്പം അതും ഞാൻ വ്ലോഗായിട്ട് ഇടുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ 2025 ഒരുപാട്. ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അൺസ്ക്രിപ്റ്റഡ് ആണല്ലോ നമ്മുടെ ലൈഫ്. അപ്പം എന്റെ ചാനൽ പോലെ തന്നെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ 2024 ഞാൻ 2025 എന്ന് ഞാൻ എന്താ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നല്ലൊരു വർഷമായിരിക്കണം 2025 എന്നുള്ളതിന്. പിന്നെ 2024 നമുക്ക് ഒരുപാട് സന്തോഷങ്ങളൊക്കെ കാണും ഗൈസ്. എല്ലാവരും അതൊക്കെ ഇവിടെ വിട്ട്, ഇന്ന് 31 അതിവിടെ വിട്ട് നമ്മൾ 2025 കടക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. അപ്പൊ നമ്മൾ ഇനിയും ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ഇടാനുണ്ട് ഗൈസ്. നിങ്ങൾ 2025 എടുത്തു വെച്ച ഒരുപാട് 2024 എടുത്തു വെച്ച ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാൻ ഇനിയും മുടങ്ങാതെ വീഡിയോസ് ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും വീഡിയോ എല്ലാം പുറകെ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.